അനാസ്ഥയുടെ കൊടുമുടിയായി പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി. ദിവസവും നൂറുകണക്കിന് ആളുകൾ ചികിത്സയ്ക്കായി എത്തുന്ന ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ആശുപത്രിയിലെ ആംബുലൻസ് കട്ടപ്പുറത്തായിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും പുതിയ ആംബുലൻസ് ഇതുവരെയും ലഭ്യമാക്കിയിട്ടില്ല. ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ വാഗ്ദാനവും പാഴ്വാക്കായി. വിവിധ ഭാഷാ തൊഴിലാളികളടക്കം ദിവസവും നൂറുകണക്കിന് രോഗികളെത്തുന്ന ആശുപത്രിയാണ് മതിയായ സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നത്. 24 മണിക്കൂർ പ്രവർത്തിച്ചിരുന്ന ലാബ് ഇപ്പോൾ 8 മണിക്കൂർ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അൾട്രാസൗണ്ട് സ്കാനിംഗ് മുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. കിടത്തി ചികിത്സ നാമമാത്രമായി. 216 ബെഡുകൾ ഉണ്ടെങ്കിലും ഭൂരിഭാഗവും ഒഴിഞ്ഞു കിടക്കുകയാണ്. ആശുപത്രിയിലെ 1-2 വാർഡുകളിൽ ബെഡുകൾ മൂലക്ക് കൂട്ടിയിട്ടിരിക്കുന്നു. 6 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലാണ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി. ഇവിടെ നിന്നാണ് ഈ 6 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മരുന്ന് കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് ചികിത്സയ്ക്കായി ഇവിടേക്ക് വിടുന്ന ആളുകളെ ആരെയും തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുകയോ അവർക്ക് വേണ്ട ചികിത്സകൾ സൗകര്യമൊരുക്കുകയോ ചെയ്യാത്തൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. മറ്റ് ആശുപത്രികളിലേക്ക് ആളുകളെ വിടുന്ന ഒരു ഏജൻസിയായാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുന്നത്. 3.5 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയെങ്കിലും അവ മുടങ്ങിക്കിടക്കുകയാണ്. 20 ഡോക്ടർമാർ വേണ്ടിടത്ത് RMO, ശിശുരോഗ വിദഗ്ധൻ, സർജൻ എന്നിവർ ഉൾപ്പെടെ 5 ഡോക്ടർമാരുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മറച്ചാണ് മരുന്നുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ പുതിയ കെട്ടിടത്തിന്റെ പണി നടക്കുന്നത് 1 കൊല്ലമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവിടെ മരുന്ന് സൂക്ഷിക്കുന്ന സ്ഥലം പോലും ചോർന്നൊലിച്ചതുകൊണ്ട് പടത മേടിച്ചിട്ട് ആണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ 24 മണിക്കൂറും ലാബ് പ്രവർത്തിക്കുന്നുണ്ടായി. കഴിഞ്ഞ ദിവസമാണ് അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. കുറേ നാളുകളായിട്ട് അത് നിന്നിരിക്കുകയായിരുന്നു. ആശുപത്രിയിൽ 2 ആംബുലൻസുകൾ ഉണ്ടായിരുന്നു. ഇവ കട്ടപ്പുറത്തായിട്ട് വർഷങ്ങളായി. സ്വകാര്യ ആംബുലൻസ് സർവീസുകളാണ് ഇപ്പോൾ രോഗികൾക്ക് ആശ്രയം. അതേസമയം ആശുപത്രിയിലെ പോരായ്മകൾ പരിഹരിച്ചു വരികയാണെന്ന് സൂപ്രണ്ട് വ്യക്തമാക്കുന്നു. നല്ലൊരു ബിൽഡിംഗ് നമ്മൾ പണിത് വരുന്നുണ്ട്. പക്ഷേ മുകളിലുള്ള കെട്ടിടങ്ങൾ ഇപ്പം നിർമ്മിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 38% പൂർത്തിയായിട്ടുണ്ട്. ഉടനെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കുന്നു. എന്തോ ഫണ്ടിന്റെ അപര്യാപ്തം മൂലം താൽക്കാലികമായിട്ട് ഇത് ഇപ്പം തടസ്സപ്പെട്ടിട്ടുണ്ട്. അത് ശരിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഈ OP എല്ലാം ഈ പുതിയ കെട്ടിടത്തിലേക്ക് വെച്ച് സൗകര്യങ്ങൾ വളരെയധികം കൂട്ടാൻ പറ്റും എന്നുള്ള അവസ്ഥയിലാണുള്ളത്. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കും എന്നാണ് ഒരു പ്രതീക്ഷ ഉള്ളത്. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുമെന്നായിരുന്നു 8 മാസം മുൻപ് ഇവിടം സന്ദർശിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാഗ്ദാനം. മന്ത്രിയുടെ പ്രഖ്യാപനം വന്ന് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ നടപടികൾ ഉണ്ടായിട്ടില്ല. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി.